മെഹന്തിയുടെ സ്റ്റിക്കർ ഉണ്ട്, നല്ല ഭംഗിയുള്ള. എന്നെയും മൈലാഞ്ചിയൊക്കെ ഇട്ട് സുന്ദരിയാക്കാൻ നോക്കാണിക്കോ. പെരുന്നാൾ ദിവസമായിട്ട് അവർ കുത്തായിട്ടോടെ ഇരിക്കുന്നുണ്ട്. ഹായ് ഗൈസ്, പറഞ്ഞേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്കിന്ന് വൈപ്സ് ഉണ്ട്, മെഹന്തിയുടെ സ്റ്റിക്കർ ഉണ്ട്, നല്ല ഭംഗിയുള്ള ബേബീസിനുള്ള സ്റ്റിക്കർ വേറെ തന്നെയാണ് കേട്ടോ, വലിയവരുടേതല്ല, ബേബീസിന്റെ സ്റ്റിക്കറാണിത്. ഓക്കെ, സ്റ്റെൻസിൽ ഉണ്ട്, സ്റ്റെൻസിൽ എന്നാണ് കേട്ടോ അതിനെ പറയുന്നത്. പിന്നെ ഈ ഒരു കോൺ ഉണ്ട്, ഈ ഒരു കോണ് ആക്ച്വലി നമ്മൾ കാലിൽ എവിടെയെങ്കിലും ടച്ച് ടെസ്റ്റ് ചെയ്യണം ബേബിക്ക്. ചില കുഞ്ഞുങ്ങൾക്ക് ചില പ്രോഡക്ട്സ് അലർജി ആയിരിക്കും, അപ്പം ഈ മെഹന്തി ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. പിന്നെ നമുക്ക് വേണ്ട ടൂൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ മുമ്പ് വെട്ടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സിസറും കുറച്ച് കോട്ടൺ ബഡ്സ് ആണ്, സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതിൽ ഏറ്റവും സ്മോളസ്റ്റ് മെമ്പറായ ഹെസ് ബേബിയാണ് നമ്മൾ ആദ്യം മൈലാഞ്ചി ഇട്ട് ഇരുത്താൻ പോകുന്നത്. ബിക്കോസ് എനിക്ക് ആ സമയത്ത് ചിലപ്പോൾ ടൈം കിട്ടിയില്ല എന്ന് വരും, കുറേ ഷോപ്പിങ്ങും കാര്യങ്ങളും ഗ്രോസറീസ് തന്നെ നമുക്ക് ഒരു ലോഡ് വാങ്ങിക്കാനുണ്ടാവും. കാരണം ഇത് പ്രമാണിച്ച് നമുക്ക് എപ്പോഴും ഉണ്ടാക്കുന്ന പോലത്തെ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, നമുക്ക് കുറച്ച് വെറൈറ്റി ആയിട്ട് ഞങ്ങൾ വേണം. അപ്പോൾ ആദ്യം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റിക്കർ കറക്റ്റിന് വെട്ടിയെടുക്കണം കേട്ടോ. സ്റ്റിക്കർ ഇളക്കാണ്ട് വേണം വെട്ടിയെടുക്കാനായിട്ട്. ഇതേപോലെ ഇങ്ങനെ വെട്ടിയെടുക്കുക. ഈ ഒരു ഡിസൈനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 ടൈം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. എസ് ബേബി പിടിച്ചോ, ഇതിൽ കാണിച്ചു എടുക്ക് എസ് ബേബിയുടെ ഡിസൈൻ കാണിച്ചെടുക്ക്. ഓക്കെ, അതാണ് ഒരു ഡിസൈൻ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു ഡിസൈൻ വന്നിട്ട് നമുക്ക് ഇത് ചെയ്യുന്നതായിരിക്കും രസം, കൈയുടെ വെളിയിൽ. മറ്റത് ഞാൻ ആദ്യം കട്ട് ചെയ്തത് നമുക്ക് കൈയുടെ ഉള്ളിൽ ഇട്ടോളൂ. ഇനി ഈ സ്റ്റിക്കറോട് വെച്ച്, അതായത് അതിൻ്റെ ബാക്ക് സ്റ്റിക്കർ നമ്മൾ ഊരണം. പിന്നെ ഇതോട് കൂടി വെച്ചിട്ട് വേണം നമുക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കുഞ്ഞുവാവ ഉറങ്ങിക്കിടക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പിന്നെ മൈലാഞ്ചി ഇടാൻ ഇഷ്ടമുള്ളത് കൊണ്ടും ഇങ്ങനെ സഹിച്ചിരിക്കും. പിന്നെ ഞാനിവിടെ ടിവിയുടെ ഫ്രണ്ടിലാണ് അവളെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്. മൈലാഞ്ചി ഇടാനുള്ള താല്പര്യം കൊണ്ട് അവളിങ്ങനെ ഇരിക്കും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അവൾ ഉണർന്നിരിക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചത്. കാരണം അത് കാണുമ്പോൾ തന്നെ അവൾക്കൊരു ഹാപ്പിയാണ്. ഞാൻ ഇപ്പം മൈലാഞ്ചി ഇട്ട് തരാമെന്ന് പറഞ്ഞപ്പോഴാണ് ഭയങ്കര അധികം സന്തോഷത്തിൽ ഇവിടെ വന്ന് ഇരുന്നത് കേട്ടോ. ആങ്കിളൊന്നും ഊരി കൊടുക്കാം, ബിക്കോസ് ഊരാൻ പറ്റുന്നില്ലല്ലോ. കയ്യിലെ ബാങ്കിൾ ഊരിയിട്ടുണ്ട്. ബാങ്കിൾ ഇല്ലാണ്ട് അവിടെ കൈ കാണുമ്പോൾ എനിക്ക് ചിരി വരുന്നത്. നല്ല സെറ്റായിട്ട് നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കണം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് റാൻഡം ആയിട്ട് ഡിസൈൻ്റെ ഉള്ളിൽ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് തന്നെ ഈ കുട്ടികളെ കയ്യിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തിട്ട് അങ്ങും ഇങ്ങും പോയിട്ട് വരുമ്പോഴത്തേക്കായിരിക്കും അതിനെ പോലെ ആക്കി വെക്കുന്നുണ്ടാവുക. സോ അതുകൊണ്ട് അതിൻ്റെ സെറ്റിങ്സ് എല്ലാം അടുത്ത് തന്നെ വേണം കേട്ടോ. നിങ്ങൾക്ക് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ളൊരു അവസരം കിട്ടില്ല. അതാ ഇങ്ങനെ പിടിച്ചോണ്ട് ഇവിടെ ഇരിക്കേണ്ടി വരും കുറച്ച് നേരം. അതുപോലെ കുറച്ചിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് കോട്ടൺ ബഡ്സ് എടുക്കുക, എന്നിട്ട് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ചിരി ബേബിയാ, കണ്ടോ എക്സൈറ്റ്മെന്റ് കണ്ടോ? ആ എക്സൈറ്റ്മെന്റിന്റെ പീക്കിലെത്തി നിൽക്കുകയാണ് അവള്. മച്ചി ബേബിയാ, മച്ചി ബേബി കണ്ടോ? ഏസ് ബേബി ഊതിക്കേ, ഉണങ്ങട്ടെ. കുറച്ച് ഇവിടെ സ്പ്രെഡാക്കിയിട്ടുണ്ട് സക്സസ്ഫുള്ളി. ഇനി ഇതേപോലത്തെ ഒരു സ്പ്രെഡിങ് ഡിസൈൻ നമുക്ക് അപ്പുറത്തെ കാലിലൂടെ വരച്ചെടുക്കേണ്ടി വരും കേട്ടോ. കാലിലിട്ടത് അടിപൊളിയായിട്ടില്ലേ? അപ്പോൾ ഗൈസ്, എനിക്ക് മൈലാഞ്ചി ഇട്ട് തരുന്ന ആളിനെ നോക്കണേ. യേസ ബേബിനെയൊക്കെ ഉറക്കി കിടത്തിയിട്ട് എനിക്ക് മൈലാഞ്ചി ഇട്ട് തരാൻ പോവാണ്. സോ ഇക്കോ ഇട്ട് തരാൻ പോവാണ് ഗൈസ്. ഇക്കോ മൈലാഞ്ചി ഇട്ട് തരാൻ ഇഷ്ടാ? പിന്നെന്തിനാ ഇട്ട് തരുന്നേ? ഞാൻ ഇട്ട് തരാ പറഞ്ഞാണ്ട് ഇട്ട് തരുന്നതിനാ? ഞാൻ തന്നെ ഇടൂലേ? ഇടട്ടെ എന്നാത്താ? തരുമോ? കഴിഞ്ഞിട്ടല്ലേ തരുള്ളൂ. അപ്പോൾ ഗൈസ്, എന്നെയും മൈലാഞ്ചിയൊക്കെ ഇട്ട് സുന്ദരിയാക്കാൻ നോക്കാണിക്കോ. ഇക്കൊന്ന് ട്രിക്ക് കണ്ടോ നിങ്ങൾ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പം ഇത് മുബാറക് ടു എവ്രി വൺ. ഇന്ന് നമ്മുടെ
ഈദ് ഡേ ആണ്. ഞാൻ കിച്ചണിൽ ബിസി ആണ് കേട്ടോ ഗൈസ്. സമയം രാവിലെ 7:30 മണിയായിട്ടുണ്ട്. ഇന്നത്തെ സ്പെഷ്യൽ വിഭവങ്ങൾ എന്തൊക്കെയാ വെച്ചാല് നമ്മള് പുട്ടുണ്ടാക്കുന്നുണ്ട്. ബീഫ് കറി, ദോശ ഐറ്റംസ് ആണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത്. ഇന്നലെ കിടക്കാൻ ഒത്തിരി ലേറ്റ് ആയി. മൈലാഞ്ചി ഒക്കെ വെച്ചിട്ട് ഒരു 5 മണി സമയമൊക്കെ ആയപ്പോഴാണ് കേട്ടോ കിടന്നത്. എന്റെ മുഖത്ത് എന്തൊക്കെയുണ്ട്. എന്തായാലും എന്റെ മൈലാഞ്ചി റെഡി ആയിട്ടുണ്ട്, സെറ്റ് ആയിട്ടുണ്ട്. ഇക്ക് കിട്ടുന്നതാണ് കേട്ടോ ഗൈസ്. മൈലാഞ്ചി ഇടുന്നതിന്റെ വീഡിയോ ഒക്കെ ഞാനിതിൽ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഇക്ക് ഇട്ടെന്നാണ് എനിക്കത്. മൈലാഞ്ചിയൊക്കെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഏകദേശം നോക്ക്, മൈലാഞ്ചി ഇടുന്നതിന്റെ ഇടയിൽ എന്റെ മൂക്കിലും കൂടി ഒരു കുത്ത് കിട്ടി ഗൈസ്. അത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. കുറെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായത്. പെരുന്നാൾ ദിവസമായിട്ട് അവർ കുത്തായിട്ടവിടെ ഇരിക്കുന്നുണ്ട് ഗൈസ്. അപ്പൊ ഞാൻ പുട്ടുണ്ടാക്കുകയാണ്, ദോശ ഉണ്ടാക്കുകയാണ്. എല്ലാവരും നല്ല ഉറക്കത്തിലാണ്. 5 മണിക്കാട്ടോ കിടന്നത്. അതുകൊണ്ട് അപ്പൊ ഇനി ഫുഡൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം കാണാം കേട്ടോ. ഒരു വഴിയായി ഗൈസ്. കുറച്ച് പുട്ടും നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. ദോശ റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. സമയം 9 മണി ആവാനായിട്ടുണ്ട് കേട്ടോ ഗൈസ്. എപ്പൊ തുടങ്ങിയ പണിയാന്നറിയോ? എനിക്ക് അങ്ങനെ എല്ലാരും കിടന്നുറങ്ങുന്നതുകൊണ്ട് തന്നെ ബോറടിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മൂവിയൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്യാൻ ബാക്ക്ഗ്രൗണ്ടിൽ വിചാരിച്ചു. എനിക്ക് ഇവിടെ ആരെങ്കിലും സംസാരം അങ്ങനത്തെ ഒന്നും ഇല്ലെങ്കിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് കിച്ചണിൽ നിൽക്കാനായിട്ട്. അപ്പം മിക്കവാറും ഒക്കെ ഞാൻ വീഡിയോ കോൾ ഓൺ ആക്കിയിട്ടാണ് കിച്ചണിൽ നിൽക്കല്. ഗൈസ്, ഇനി 2 കുറ്റി പുട്ടും കൂടി ഉണ്ടാക്കാനുണ്ട്. പുട്ട് റെഡിയാണ്. ദോശ ഞാൻ റെഡിയാക്കിക്കൊണ്ടിരിക്കണുള്ളൂ. പുട്ടിനി ഒരു കുറ്റിയും കൂടി നമുക്ക് ഉണ്ടാക്കിയാൽ മതി. എൻ്റെ പണിയായുധങ്ങളാണ് ഗൈസ്. ദോശ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ബീഫ് കറി റെഡിയാണ്. പുട്ട് പിന്നെ ഞങ്ങൾ കണ്ടല്ലോ. ബീഫ് കറിക്ക് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ. പണി സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ടോ. എൻ്റെ ഫോണിൽ അവിടെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക ബാക്ക്ഗ്രൗണ്ടിൽ. നമ്മളെ ദോശ, പുട്ട്, ഈദായിട്ട് ഇതൊക്കെയാണ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം സമയം 8:45 ആയിട്ടുണ്ട്. എന്നിട്ട് ആരും എണീറ്റിട്ടില്ല കേട്ടോ ഗൈസ്. ഞാൻ ഇത്ര നേരത്തെ ഉണ്ടാക്കിയ ചിലതെല്ലാം ചൂടാറിപ്പോവുമല്ലോ. ഇതെന്താണ് ഓവർ ബ്രൈറ്റ്നെസ് ഒക്കെ ചൂടാറിപ്പോവുമല്ലോ എന്നൊരു വിഷമം മാത്രമേ എനിക്കുള്ളൂ. എനിവേ എല്ലാവരും 5 മണിക്ക് കിടന്നതുകൊണ്ട് തന്നെ ഞാൻ ആരെയും വിളിച്ചുണർത്തില്ല. ഞാനൊരു 9:30, 10 o'clock വരെ ഞാൻ നോക്കി. എന്നിട്ട് എണീറ്റില്ലെങ്കിൽ നമുക്ക് വിളിച്ചുണർത്തണം ഗൈസ്. അപ്പോൾ 10:15 ആയിട്ടും ആരും എണീറ്റിട്ടില്ല. ഇനി നമുക്ക് വിളിച്ചുണർത്താൻ തന്നെ വേണം അവരൊക്കെ. ഇനി മുന്നേ ഞാൻ ഇവിടുത്തെ ഒരു ശാന്തമായ ഒരു വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ബാൽക്കണിയിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ. നോക്ക്, സാധാരണ ഇത് സമയമൊക്കെ വരുമ്പോഴത്തേക്കും ഇത്ര ശാന്തമായിരിക്കില്ല. ഏകദേശം ഒരു 8 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ നല്ല തിരക്കായിരിക്കും. താഴെ കോർണിഷ് ഭാഗത്ത് നിന്ന് ഫോട്ടോ എടുക്കാൻ നല്ല രസമാണ് കേട്ടോ. ആ പുല്ലിലൊക്കെ കുറച്ച് പേരൊക്കെ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. എന്നാലും ഇതല്ല ഈ ഒരു ഭാഗത്തുള്ള തിരക്കൊക്കെ. ഇതാണ് കേട്ടോ നമ്മളെ പള്ളി. സോ ഇതാണ് നമ്മുടെ കോർണിഷ് വ്യൂ. ഇതെനിക്ക് കിച്ചണിൽ നിന്നാൽ ഈ ഒരു വ്യൂ ആണ് കേട്ടോ കിട്ടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ നിൽക്കാനായിട്ട്. ബൈ ദ ബൈ, ഇവിടെ ന്യൂ ഇയർ ഒക്കെ വരുമ്പോഴത്തേക്കും ഫയർ വർക്ക് ഒക്കെ നടക്കുന്നത് ഇതിൻ്റെ ഈ ഒരു കടലിൻ്റെ മേലേക്ക് തന്നെയാണ് കേട്ടോ ഗൈസ്. എനിക്ക് ഈ വ്യൂ ഭയങ്കര ഇഷ്ടമാണ് കാണാനായിട്ട്. 10:30 മണിയായപ്പം ഒരു 6 മണീൻ്റെ വൈബാണ് കേട്ടോ ഈ ഒരു അന്തരീക്ഷം നമുക്ക് തരുന്നത്. 10:30 മണിക്ക് ചെറിയ വെയിലൊക്കെ ഞാൻ പ്രതീക്ഷിച്ചു. ബട്ട് വെയിലൊന്നും ഇല്ല കേട്ടോ ഗൈസ്. നോക്ക് ബാക്കിലുള്ള വ്യൂ. ഓക്കെ, നമുക്കിനി നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഇവരൊക്കെ എണീപ്പിക്കട്ടെ ഞാൻ. Eid Mubarak. Kul aam wa antum bikhair. രാവിലെ തന്നെ ഫുഡ് എന്താണ് അച്ചു? രാവിലെയോ? ഞാൻ ഉണ്ടാക്കിയതൊക്കെ രാവിലെയാണ്. പക്ഷെ എല്ലാരും എണീറ്റ്. ബട്ട് ചമ്മന്തി കറി നിങ്ങളാരും തെറ്റിദ്ധരിക്കരുത്. ഇത് ആക്ച്വലി ഞാൻ അറിയാണ്ട് മഞ്ഞപ്പൊടി ഇട്ടതാണ്. ഫുഡ് കഴിച്ചിട്ടാണ് എന്നെ കുളിക്കുക. പഠിച്ചോനെ ടേസ്റ്റ് നോക്കിട്ട് മതിക്കൂ. നല്ലൊരു ലൂസ് കറിയാണല്ലോ. ടേസ്റ്റ് എന്നിട്ട് പറഞ്ഞു. നല്ല ബീഫ് ആവുന്നല്ലേ? ആ, ഇത്തവണ കുഴപ്പമില്ല. കഴിച്ചു. സാധനം ഉണ്ടാക്കിയതൊക്കെയാണ്. ഉപ്പ് കുറവുണ്ടോ? കൊള്ളാം, പെർഫെക്റ്റ്. ഉപ്പ് കുറവുണ്ടോ? ഉപ്പ് കുറവില്ല. എരിവോ? എരിവ് ഇല്ല. കൂടി. എരിവില്ല, കുറവ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാണ് ഞങ്ങളുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പക്ഷെ കഴിക്കുന്ന ഉച്ചയ്ക്കാണ്. ഇവരൊക്കെ കിടന്നുറങ്ങി, ലേറ്റായി. ഞാൻ കിടന്നുറങ്ങിയ എല്ലാരെയും കാണിക്കുന്നില്ല, കാരണം ഞങ്ങളൊക്കെ അത്യാവശ്യത്തിലാണ്. ഇക്കുനെ മാത്രം കണ്ടോ. ബേബിനെ ഞാൻ അങ്ങനെ കാണിക്കൂല, ബിക്കോസ് അവള് അത്യാവശ്യത്തിൽ തന്നെ. ഇക്കോ na
ഈദ് മുബാറക്. Thank you. Wow. കവർ കണ്ടിട്ടോ Super. എന്താന്ന് പോലും നോക്കാണ്ട് സൂപ്പർ അത്ര. ഹെസ ബേബീനെ ഒക്കെ റെഡിയാക്കാണ് കേട്ടോ ഗൈസ്. കുളിപ്പിച്ചത് ഞാനാന്നൊക്കെ, പക്ഷെ റെഡിയാക്കി നിൽക്കുക. തങ്കി ഇല്ലല്ല. പിന്നെ ഉള്ളത് ഇതാണ് കേട്ടോ ഗൈസ്. ഇക്കോ എന്നാ I know. ഓഫ് കോഴ്സ്. Yes, Polo. ഞാൻ ഷൂ കാണിക്കട്ടെ, നോക്കട്ടെ. Yes. നോക്ക്. ദിസ് ഈസ് യുവർ ഷൂ. ദിസ് ഈസ് യുവർ. Wow, nice. കൊള്ളാം. Nice color. തുറക്കണോ? ഇത്രയേ ഉള്ളൂ എൻ്റെ ഗിഫ്റ്റ്. ഞാനൊരു പാൻറ്റും ഒരു ഷർട്ടും വാങ്ങിയിട്ടുണ്ട്. ഇനി അത് ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ട് വരുമ്പോൾ ആഫ്റ്റർ ലുക്ക് കണ്ടാൽ മതി. ലെക്കോ ഹെസലിൻ. Big task. ഇതാണ് ഹെസ ബേബിയുടെ പെരുന്നാൾ ഡ്രസ്സോ. എങ്ങനെയുണ്ടോ ഗായ്സ് ഈദ് മുബാറക്. ഗായ്സ് ഇത് അവളുടെ ഈദ് ഡ്രസ്സാണ്. ഞാൻ സർപ്രൈസ് ആയിട്ട് വാങ്ങിച്ചാണ്. സോ ഈ ഒരു കോസ്റ്റ്യൂം അവൾക്ക് കൊടുക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇതിന്റെ വേണ്ടി എടുത്തതാണ്. താങ്ക് യു. മുബാറക്. താങ്ക് യു. ഡ്രസ്സാ Yes. ഇതാ ഞാൻ ഓ ബ്ലാക്കാ. ഓക്കെ, ബ്ലാക്കാന്ന് എനിക്കറിയായിരുന്നു. ഇക്കുന് ഡ്രസ്സ് എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് എടുക്കണേ എന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഊഹിച്ചു. എന്താ നോക്കിയിരിക്കുന്നേ? ഞാനൊന്നും നോക്കിയിരിക്കുന്നില്ല. ഇക്കുവല്ലേ പറഞ്ഞ ഈ സ്ഥലം ഈ ബാക്ക്ഗ്രൗണ്ട് നല്ല ഒന്ന് ഇവിടെ നിൽക്കും. മനസ്സിലായി. ഗോൾഡായിപ്പോയിട്ട് വരും. This for you. ഗോൾഡ് ഈദ് ഗിഫ്റ്റ്. മണി എങ്ങനെയുണ്ട്? ഞാൻ ആദ്യം കാണട്ടെ, കണ്ടാലല്ലേ. നല്ല രസമുണ്ട് ഗൈസ്. വള കിട്ടി. ഈദായിട്ട് എനിക്കൊരു ഗോൾഡ് വള കിട്ടി. അപ്പോൾ ഒരു ഗോൾഡ് വളയും ഡ്രസ്സും അല്ലേ. എനിക്ക് ഇന്നും ഗിഫ്റ്റ് വേണം. എനിക്ക് ഗോൾഡൊക്കെ വാങ്ങിച്ചു തരുന്ന നേരത്തെ ആ പൈസക്ക് ഒരു 40 ഗിഫ്റ്റ് വാങ്ങിക്കാം. വേറെ എന്തെങ്കിലും? അല്ല, 40 ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ അത്ര എക്സ്പെൻസീവ് അല്ല. എല്ലാം 10 റംസിന്റെ കുട്ടി ക്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാവില്ല. നെക്സ്റ്റ് ടൈം. നീ തീർന്നടാ, നീ തീർന്നു. ഇത്ര അഹങ്കാരം പാടില്ലടാ. അങ്ങനെയല്ലോ ഗോൾഡൻ ലൈഫ് 20 ഇല്ല. സോ പുറത്ത് പോയി ഫോട്ടോഷൂട്ടിന് പോവാം നമുക്ക്. പോവാം ഗായ്സ്, നമ്മളെ ഫോട്ടോഷൂട്ടിന് പോണ സ്ഥലമാണ് അത്. ഈ ഒരു ഏരിയയിലാണ് ഗായ്സ്. ഇനി നമുക്ക് ഗിഫ്റ്റ് ഐറ്റംസ് കൊടുക്കാൻ. ഇനി അത് റെഡി ആയി വന്നിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ. സോ ഗായ്സ്, അടുത്ത ഗിഫ്റ്റ് ആണ് ഇത്. ഇതാണ് അച്ചു ഫോർ യു. ഐ ഹോപ്പ് യു വിൽ ലൈക്ക് ഇറ്റ്. ഞാൻ അടുത്ത 2 പെരുന്നാക്കുള്ള ഡ്രസ്സ് അഡ്വാൻസ് ആയിട്ട് വാങ്ങിച്ചതാണ്. അങ്ങനെ പറഞ്ഞൂടെ, ഇത് ഞാൻ ഇപ്പൊ തന്നെ ഇടുന്നൊക്കെ. എനിക്കില്ലാത്തൊരു ഷെയ്ഡ് ഓഫ് ഗ്രീൻ നല്ല ഭംഗിയുണ്ട്. കൊള്ളാം. എനിക്കില്ലാത്തൊരു കൊള്ളാമെന്ന് സ്വയം പറയല. പിന്നെന്തോണ്ടല്ലോ ഇതിനകത്ത് ഷോളാ. അതിന് മാച്ചായിട്ട് ഷോളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ ഇട്ടിട്ട് ഷോർട്സിലൊക്കെ വരാം. പിന്നെ ഡ്രസ്സല്ലേ, ഈ ഷോള 2 ഷോളും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഓ വാവ്, എനിക്കിത് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ പാറ്റേൺ ഇത് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ, ഈ ഗോൾഡ് വർക്കൊക്കെ വരുന്ന ഇത് ബ്ലാക്ക് ആയിരുന്നെങ്കിൽ എനിക്ക് ഇതിൻ്റെ കൂടെ ഇടാമായിരുന്നു. ഇതും കൊള്ളാം, നല്ല കളർഫുള്ളാണ് കേട്ടോ. ഇതിന്റെ ഷോപ്പൊക്കെ എന്നെ വീണ്ടും കൊണ്ടുപോകണേ. ഓക്കെ, ഇനി കൊണ്ടുപോയില്ല. എന്തിന്? ഇതൊക്കെ ഞാൻ മാത്രം കണ്ടുപിടിച്ച ഷോപ്പാണ്. അല്ല, എന്നെ കൊണ്ടുവന്ന് എനിക്ക് വേണ്ടി വാങ്ങിക്കാനല്ലക്കോ. പിന്നെ ഞാൻ ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഷോള് ഇനി അടുത്ത ഗിവ് അവേ കൊടുക്കാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. കുറച്ച് ഹിജാബ് ഗിവ് അവേ കൊടുത്താലോ എന്ന് ആലോചിക്കാം. ഇനി 1 മോർ ഗിഫ്റ്റ് ഉണ്ട്. അതൊരു സ്പെഷ്യൽ ആൻഡ് എക്സ്പെൻസീവ്. യെസ്, ആൽറ്റോ. ഇതൊക്കെ ഈദ് ഗിഫ്റ്റ് ആട്ടോ. ഇതൊക്കെ എനിക്ക് ഇതേപോലെ ഗിഫ്റ്റ് ആയിരുന്നു, എക്സ്പെൻസീവ് ആയിട്ടുള്ള. ഞാൻ തന്നു ഈ ഉടുപ്പൊക്കെ അത്യാവശ്യം. കിട്ടിയിരിക്കുന്നു. എൻ്റെ ബാഗ് കളക്ഷനിലേക്ക് സ്വാഗതം. നന്ദി, നമസ്കാരം. ഇപ്പം തന്നെ ഉപയോഗിക്കാന് അങ്ങനെ എല്ലാം ട്രാൻസ്ഫർ ചെയ്തോ? വേണ്ട, പിന്നെ ഒരിക്കലാവട്ടെ. ഇന്നിപ്പോൾ നമുക്ക് ലൈറ്റ് പോവും ഫോട്ടോഷൂട്ടിന്. ഭയങ്കര പ്രീമിയം കളക്ഷൻ ആണല്ലോ. നല്ല പ്രീമിയമാണ്, പ്രീമിയം ക്വാളിറ്റി. ബിക്കോസ് യു ആർ പ്രീമിയം. ഇതിനകത്ത് ഞാൻ വേറെ എന്തോ കാണുന്നത് കേൾക്കുന്നു. ഇത് എൻ്റെ കൂടെ കിട്ടിയതാ? നോ ദിസ് ഈസ് സെപ്പറേറ്റ്. ഇത് സെപ്പറേറ്റ് കാണിച്ചതാ?
നോക്കട്ടെ. വെരി ക്യൂട്ട് പേഴ്സൺ. ഇനി ആ വാലറ്റ് വാങ്ങിക്കായിരിക്കായിരുന്നു എണ്ണയെ. എനിക്കറിയാലോ വാങ്ങിക്കാതിരിക്കായിരുന്നു. വാലറ്റ് വാങ്ങിക്കാൻ പോയപ്പോ ഞാൻ എനിക്ക് കുറേ നോക്കി. പക്ഷെ അൾഡോയുടെ ബ്രാൻഡ് തന്നെ എടുക്കണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. മനം പോലെ മെങ്കില്ല നോക്കടാ. ഞാനെങ്ങനെ ഉപയോഗിക്കൂ? ആ ഭംഗി കാണുമ്പോൾ എനിക്ക് ഉപയോഗിക്കാണ്ട് ഷോക്കേസിൽ എടുത്ത് വെക്കാൻ തോന്നുന്നു. ഇത് നല്ല പ്രീമിയം ക്വാളിറ്റി അല്ല, ഇതിൽ പ്രീമിയം പക്ഷെ എഴുതിയിട്ടില്ല പാക്കറ്റിൽ. പക്ഷെ നല്ല റിച്ച് ലുക്ക് ഉണ്ട്. സോ ഗൈസ്, അങ്ങനെ ഇതൊക്കെയാണ് നമ്മളെ ഗിഫ്റ്റ്. ഇനി നമുക്ക് ഒരുമിച്ച് സെൽഫി എടുത്തല്ലോ. നമ്മൾ കോസ്റ്റ്യൂം കാണിച്ചു തരാം ഇതിനുള്ള. പിന്നെ ഗൈസ്, ഇത് വ്ളോഗിൽ ഈ ഒരു സാധനം ഞാൻ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി മറന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് വീഡിയോ എടുത്തത്. സോ ഇതെനിക്ക് കിട്ടിയൊരു ഈദ് ഗിഫ്റ്റാണ്. ഇത് ആക്ച്വലി ജെന്ന എനിക്ക് തന്നതാണ്. നമുക്കിത് നോക്കാം എന്താണെന്നുള്ളത്. അപ്പം ഇത് എനിക്ക് ട്രിപ്പൊക്കെ പോകാൻ നേരത്ത് ഇടാൻ വേണ്ടിയിട്ട് തന്നൊരു കോസ്റ്റ്യൂമാണ്. ഈ ഒരു കളർ എനിക്ക് ചേരുമോ എന്നൊന്നും എനിക്കറിയില്ല. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. കാരണം ഇങ്ങനത്തെ കളറ് ഞാൻ എടുക്കലില്ല. എനിക്ക് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ഇഷ്ടമാണ്. ലൈറ്റ് കളേഴ്സ് എനിക്ക് വലിയ താല്പര്യമുള്ള ആളല്ല. എനിക്ക് കുറേ ലൈറ്റ് കളേഴ്സൊക്കെ ഉള്ളതൊക്കെ എനിക്ക് ഇതുപോലെ ആരെങ്കിലുമൊക്കെ തന്നതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പം ഈ ഒരു ഡ്രസ്സാണ് എനിക്കവൾ തന്നിട്ടുള്ളത്. സോ ഇത് എനിക്ക് കിട്ടിയൊരു ഈദ് ഗിഫ്റ്റാണ് കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും ബ്ലാക്ക് കോസ്റ്റ്യൂമിലാണ്. ഈ ഒരു കോസ്റ്റ്യൂമൊക്കെ എനിക്ക് വാങ്ങിച്ചു തന്നാണ് കേട്ടോ. ഇത് വാങ്ങിച്ചിട്ടാണ് ഇയാൾ എന്നോട് അച്ഛൻ എനിക്ക് ഡ്രസ്സാണ് വാങ്ങിക്കുന്നതെങ്കിൽ ബ്ലാക്ക് വാങ്ങിക്കാവുള്ളൂ എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഞാൻ ബ്ലാക്ക് തന്നെ ഒപ്പിച്ചിട്ടുണ്ട്. നല്ല വർക്കൊക്കെ ഉള്ള ഞാൻ കാണിച്ചു തരാം. ഷർട്ട് കൊള്ളാം അല്ലേ? ആ, നല്ല വർക്കൊക്കെ ഉള്ള നമുക്ക് ഷർട്ട് ഉണ്ടാണ്. ഞാൻ എന്നെ തന്നെ കാണിച്ചു തരാം. നമുക്ക് ഗൈസ്, ഇതാണ് എൻ്റെ ഡ്രസ്സ്. എനിക്കും ബിംഗ്ലി ഷൈനിങ് നോക്കട്ടെ. ഹെസ് ബേബിനെ നോക്കട്ടെ. നോക്ക് ഗൈസ്, ഇതാരെയും വരുന്നേ. കറങ്ങിക്കേ ഹെസ് ബേബി, കറങ്ങിക്കേ. ഹെസ് ബേബി കറങ്ങിക്കേ. പപ്പന്റെ കൈ പിടിച്ച് കറങ്ങി. അതിൽ വീഴും. അതിന് പാക്കിൽ ഇത് ഉള്ളത് കൊണ്ട്. ഫോട്ടോ എടുക്കാൻ പോവാ. ആ ഹെസ് ബേബി പപ്പന്റെ കൂടെ പോയിക്കോ. കൈ പിടിച്ച് പതുക്കെ പോയിക്കോ. അവള് ബാക്കിൽ ഇങ്ങനെ ഇതുള്ളതാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അതാണ് അവളുടെ കോസ്റ്റ്യൂം. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. മിക്കുൻ്റെ കോസ്റ്റ്യൂമൊക്കെ നിങ്ങൾ കണ്ടല്ലോ. ഇനി നമുക്ക് ബാക്കി ഫോട്ടോഷൂട്ടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം കേട്ടോ. മൂക്ക് കൊടുക്ക് അമ്മക്ക്. മൂക്ക് കൊടുക്കേ. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. പിന്നെ ഈ ഒരു കോസ്റ്റ്യൂം എനിക്ക് ഇതിന് തന്നത് തന്നെയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഫസ്റ്റ് പാർട്ടിൽ ഞാനിങ്ങനെ എടുത്ത് കാണിക്കുന്നത്. അപ്പോൾ ആ ഒരു കോസ്റ്റ്യൂമാണ് ഇന്ന് ഞാൻ പുറത്ത് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ ഇതിൻ്റെ വിശേഷങ്ങൾ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഗൈസ്. ബൈ.